നമുക്ക് ചുറ്റും അനിശ്ചിതത്വത്തിന്റെ, ഭീതിയുടെ, നിരാശയുടെ ഒരു അന്തരീക്ഷം ചുറ്റി നിൽക്കുമ്പോൾ നാളെ എന്തെന്നറിയാതെ ഇരുട്ടിലൂടെ ഒരു വ്യക്തി സഞ്ചരിക്കുന്നത് പോലെ അടച്ച മുറിക്കകത്ത് നാം ഇരിക്കുന്ന ഒരനുഭവം. അന്നേരങ്ങളിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉയർന്നു വരുന്ന ഒരു ശബ്ദവും ഒരു ചോദ്യവുമാണ്, ഇതെന്ന് അവസാനിക്കും? ഈ ഒരു ചോദ്യം ചോദിക്കാത്തവരാരും ഈ ഭൂമിയിലില്ല. ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിൽ നാം അറിയാതെ ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഇതെന്ന് അവസാനിക്കും? അങ്ങനെ ഈ ചോദ്യത്തെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില വ്യക്തികൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് വചനത്തിലൂടെ ആ ചോദ്യത്തിന് മറുപടി തരാൻ ആഗ്രഹിക്കുന്നു. നോഹയുടെ ജീവിത അനുഭവം ഉൽപ്പത്തി പുസ്തകം 6, 7, 8 അധ്യായങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് ദൈവത്തിന്റെ ശബ്ദത്തെ അപ്പാടെ വിഴുങ്ങിയ ഒരു മനുഷ്യനായിരുന്നു നോഹ. താൻ ആ അകത്തേക്ക് കയറുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് തനിക്കറിയില്ല. അകത്ത് കയറിയ ശേഷവും പുറത്ത് സംഭവിക്കുന്നതിന്റെ ആ ഭയങ്കരത എത്രയാണെന്ന് തനിക്കറിയില്ല. എന്നാൽ ആ പെട്ടകത്തിന്റെ ഉള്ളിൽ താൻ സുരക്ഷിതനായിരിക്കുക. 1-2 ദിവസങ്ങളല്ല, ദീർഘ ദിവസങ്ങൾ താന് അപ്രകാരം ഒരു കൂട്ടം മൃഗങ്ങളോടും തൻ്റെ കുടുംബത്തോടും ഒരുമിച്ച് ഒരു മുറിക്കകത്ത് അല്ലെങ്കിൽ ഒരു വലിയ പെട്ടകത്തിനകത്ത് താന് കാത്തിരിക്കുക. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് അകത്ത് ആ സന്ദർഭത്തിൽ എന്തെല്ലാം ചിന്തകൾ വരുമല്ലേ? പുറത്ത് തിരമാലകൾ ഈ പെട്ടകത്തെ അടിക്കുന്ന ശബ്ദങ്ങളും അതുപോലെ വലിയ പേമാരി ആ പെട്ടകത്തെ ആടി ഉലയ്ക്കുന്ന അനുഭവങ്ങളും ഒക്കെ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അവർക്കറിയില്ല അവർക്ക് പിന്നിൽ നടക്കുന്ന ആ സംഭവങ്ങളുടെ ഭയാനത എന്താണ്. കാരണം ഇതിനു മുമ്പ് മഴ എന്താണെന്ന് ലോകം കണ്ടിട്ടില്ല. പോട്ടെ, ഇങ്ങനെയുള്ള ഈ പ്രശ്നത്തിന്റെ നടുവിലൂടെ നോഹയും കുടുംബവും സഞ്ചരിക്കുമ്പോൾ അവർ ഈ ചോദ്യം അകത്ത് ഇപ്രകാരം ചോദിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ ഇനി എന്താകും? എന്നാൽ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഇനി അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ദൈവം അവിടെ കൊണ്ട് ആരംഭിക്കുകയാണ്. നാളിതുവരെ ഇനി എന്താകുമെന്ന് ചോദിച്ച ആ ചോദ്യത്തിന്റെ മറുപടിയായി ദൈവം അവർക്ക് വേണ്ടി ഒരു പുതിയ സീസൺ തുറന്നു കൊടുത്തു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരോട് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ഒരു പ്രാവചനിക സന്ദേശമായി നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഒരു പുതിയ സീസൺ ദൈവം തുറക്കുകയാണ്. നിങ്ങൾ എന്താകുമെന്ന് ചിന്തിച്ചിടത്ത് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും, ഞാൻ നിന്നിലൂടെ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന്. അടുത്ത ഒരു തലമുറയ്ക്ക് പിതാവായി ദൈവം നോഹയെ അനുസരിച്ച ദൈവത്തിന്റെ ആലോചനകളുടെ മുമ്പിൽ സമർപ്പിച്ച ഒരു മനുഷ്യനെ ഉപയോഗിച്ചതുപോലെ ഇന്ന് നീ ഒരു ഭോഷനെ പോലെ ജീവിതത്തിന്റെ പ്രയാസമേറിയ അനുഭവങ്ങളെ ദൈവശബ്ദത്തെ അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നാളെ നിന്റെ ജീവിതം ഒരു ചരിത്രമായി മാറും. അതുകൊണ്ട് ഭാരപ്പെടണ്ട. നാളെ എന്ത്, ഇനി എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവത്തിന് പറയാൻ ഉത്തരമുണ്ട്. ഞാൻ നിന്നെ ഉറപ്പിക്കും, ഞാൻ നിന്നെ ഒരു അത്ഭുതമാക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ കാര്യങ്ങളിൽ വിശ്വസിച്ച് ഈ യാത്രയിൽ നിശബ്ദതയുടെ അനുഭവങ്ങളിൽ കാത്തിരിക്കാം. അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദേശം ഇവിടെ ചുരുക്കുന്നു. God bless you.